ആയിരക്കണക്കായ കബറാളികളുടെ സമീപത്തു കൂടെയാണ് നമ്മളൊക്കെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരിക. നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴും ഒരുപക്ഷെ കബറാളികളുടെ സമീപത്തു കൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോവുക. അല്ലെങ്കിൽ ബസ് ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് മറ്റൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഖബറിസ്ഥാൻ വഴി ഖബറുകൾക്ക് ചാരെ ആണ് നമ്മൾ നടന്നു പോകാറുള്ളതെങ്കിൽ, ഇതേ ഒരു അവസ്ഥയുള്ള ഒരു സ്വഹാബി നബി തങ്ങളോട് ചോദിക്കാൻ, അള്ളാഹുവിന്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, ഇന്ന ത്വരിയൊക്കെ, തീർച്ചയായിട്ടും എൻ്റെ വഴി, എൻ്റെ വീട്ടിലേക്ക് പോണ റോഡ് അലൽ മൗത്ത, കബറാളികളെ സമീപത്ത് കൂടെയാണ്. മറവ് ചെയ്യപ്പെട്ട കബറാളികളുടെ ഖബർസ്ഥാന്റെ അരികയിലൂടെയാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. അപ്പൊ ഞാൻ ഇന്നിങ്ങനെ കബറുകളൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വീട്ടിലേക്ക് പോകാറുള്ളത്. ഫഹൽമിൻ കലാമിൻ അതകല്ലമു ബിഹി ഇദാ മറർത്തു അലൈഹി. അപ്പൊ കബറാളികളുടെ സമീപത്ത് കൂടെ ഞാൻ നടന്നു പോകുമ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയണോ? ഞാൻ എന്താണ് അവരോട് വർത്താനം പറയുന്നത്? ഫഹൽമിൻ കലാമിൻ, എന്തെങ്കിലും വർത്താനം വേണോ? അതകല്ലമു ബിഹി, ഞാൻ സംസാരിക്കാൻ, ഇദാ മറർത്തു അലൈഹിം, ഞാൻ അവരുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ, കബറാളികൾക്ക് സമീപത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഫഖാൽ, നബിതങ്ങൾ പറഞ്ഞു, ഖുൽ, നീ പറയണം, സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഓ കബറാളികളെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നുള്ള കബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അൻതും ലനാ സലഫുൻ, നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ പോയവരാണ്. വനഹ്നു ലക്കും തബഉൻ, ഞങ്ങൾ നിങ്ങൾക്ക് ശേഷം അങ്ങോട്ട് തുടർന്ന് നിങ്ങളെ തുടരേണ്ടവരാണ്. നിങ്ങൾ കുറച്ച് നേരത്തെ പോയി, ഞങ്ങൾ നിങ്ങളെ പിന്നാലെ വരേണ്ടവരാണ്. വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ചേരും. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. സാധാരണ അസ്സലാമു അലൈക്കും ദാറഖം മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ നബിതങ്ങൾ ഒന്നുകൂടി കൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് ഖബറടക്കപ്പെട്ട ഖബറാളികളെ, അൻതും ലനാ സലഫുൻ, നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയവരാണ്, നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ അവിടെ എത്തിപ്പെട്ടവരാണ്. വനഹ്നു ലക്കും തബഉൻ, ഞങ്ങൾ നിങ്ങൾക്ക് പിന്നാലെ വരേണ്ടവരാണ്. വഇന്നാ, തീർച്ചയായിട്ടും ഞങ്ങൾ, ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, നിങ്ങളടുത്തേക്ക് ഞങ്ങളും വന്നു മുട്ടുക തന്നെ ചെയ്യും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുക തന്നെ ചെയ്യും. ഈ ഹദീസ് കബറാളികളോട് പറയേണ്ട ഈ ഒരു ഇത് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇതിൻ്റെ അർത്ഥങ്ങൾ കൂടി ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ ഹൃദയഭേദമാവുകയും നമ്മുടെ ഖബറിലേക്ക് ഉഖ്റവിയായ ചിന്തകൾ കടന്നു വരും ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നു. 10-50,000-ഓളം തോട്ടുകൾ, ചിന്തകൾ ഒരു ദിവസം മനുഷ്യന്റെ മൈൻഡിലൂടെ അങ്ങനെ പാസ് ചെയ്യുന്നതാണ് സൈക്കോളജി പറയുന്നത്. പല ചിന്തകൾ നമ്മൾ കൽബിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പലതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു തോട്ട്, ഒരു ചിന്ത, നബിതങ്ങൾ പറയുന്നുണ്ട്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളെ എല്ലാ സുഖ സന്തോഷങ്ങളെയും, നിങ്ങളെല്ലാ ആനന്ദങ്ങളെയും ഭേദിച്ചു കളയുന്ന, മുറിച്ചു കളയുന്ന, സുഖങ്ങളെയൊക്കെ മുറിച്ചു കളയുന്ന മരണം, അതിനെക്കുറിച്ചുള്ള സ്മരണകൾ നിങ്ങൾ അധികരിപ്പിക്കണം. അപ്പോഴേ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാവും. അപ്പോഴേ ഇബാദത്തുകളിലും ആരാധനകളിലും ദിക്ർ, സ്വലാത്ത്, ഖുർആൻ ഓത്തുകളിലൊക്കെ കൂടുതൽ സമയം കണ്ടെത്താനുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരൂ. അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണം. എന്ത്? ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തിന്റെ ഓർമ്മകൾ നിങ്ങൾ എപ്പോഴും സ്മരിക്കണമെന്നർത്ഥം. അതുതന്നെയാണ് ഈ ദിക്റിന്റെ അർത്ഥം. അങ്ങനെ തന്നെ നമ്മളൊക്കെ സ്ഥിരം ഖബറാളികൾക്ക് സമീപത്തോട് നടന്നു പോകും. ഖബറില്ലാത്ത പള്ളി ഉണ്ടാവില്ല, വലിയ പള്ളിയിലൊക്കെ ഖബറുണ്ടാവും. പക്ഷെ നമ്മൾ നിർവികാരത്തോടു കൂടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ലാതെ നമ്മൾ വേറെ ഏതോ ലോകത്തോടെ അങ്ങനെ കടന്നു പോകും. അവിടെ കുറെ മീസാൻ കല്ല് കാണും, കുറെ ഖബറ് കാണും, തലന്റെ ഭാഗത്തൊരു കല്ല്, കാലിന്റെ ഭാഗത്തൊരു കല്ല്. അത് സിമ്പിളായിട്ട് നമ്മളങ്ങ് വിടുകയാണ്. പക്ഷെ ആ സമയത്ത് പോലും നമ്മുടെ കൽബിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലാൻ നമുക്ക് സാധിക്കണം.
നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രമല്ല. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഇസ്മാൻ അപ്പോൾ അവർ കേൾക്കുമോ? നബിയങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെ ചെല്ലാൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയവരാണ്, ഞങ്ങൾ നിങ്ങളോട് ചേരേണ്ടവരാണ്, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു കേൾക്കുമോ? കാൽ. അപ്പൊ നബിയങ്ങൾ പറഞ്ഞു, യസ്മാൻ പിന്നെ കേൾക്കാതെ കേൾക്കും, പക്ഷെ വലാക്കിൻ ലാ യസ്തതിഊന അൻ യുജീബു, അവർക്ക് റിപ്ലൈ തരാൻ കഴിയൂല, മറുപടി തരാനൊന്നും കഴിയൂല. ഖാല യാ അബാ റസീൻ അലാ തർളാ അൻ യറുദ്ദ അലൈക ബിഅദ്ദിഹിം മിനൽ മലായിക, പ്രിയപ്പെട്ടവനെ, നീ അത് പറഞ്ഞാൽ, ഈ ദിക്ർ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്കതിന് മറുപടി തരും, അവൻ നിങ്ങൾക്ക് പൊറുക്കലിനെ തേടുകയും ഒക്കെ ചെയ്യുമെന്നർത്ഥം. അലാ തർളാ അൻ യറുദ്ദ അലൈക ബിഅദ്ദിഹിം മിനൽ മലായിക, അതായത് എത്ര എണ്ണം അവരുണ്ടോ അത്രയും എണ്ണം മലക്കുകൾ നിങ്ങൾക്ക് മറുപടി തരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് അമറജുൽ, ഇത് ഇമാം ബൈഹഖിയും അതുപോലെ ഹാഫിദ് ഇബ്നു അബി ദുന്യയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇത് അമറജുൽ ബിഖബറിൻ യഅരിഫു, ദുനിയാവിൽ നമ്മൾ അറിയുമായിരുന്നൊരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ഖബറിന് പോയി നമ്മൾ സിയാറത്ത് ചെയ്താൽ, ഫസല്ലം അലൈഹ, സലാം പറയും ചെയ്താൽ, റദ്ദ അലൈഹി സലാം, സലാം മടക്കും, നമ്മൾ കേൾക്കൂല, സലാം മടക്കും, വഅറഫു, അറിയും ചെയ്യും. ഇത് നമ്മൾ കാണുന്ന ഈ ഭൗതികമായ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല ഇവിടെ നോക്കുന്നത്. ഇത് റൂഹിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെയുള്ള ചില ക്രയവിക്രയങ്ങളും ആത്മാവാണ് ഇവിടെയൊക്കെ ഇടപെടുന്നത്. നമ്മുടെ ഫിസിക്കലി ഭൗതികമായ ശരീരങ്ങളല്ല. ഈ കാതുകൊണ്ടുള്ള കേൾവിയല്ല എന്നർത്ഥം, ഈ കണ്ണുകൊണ്ടുള്ള കാഴ്ചയൊന്നും അല്ല. അപ്പൊ നബിതങ്ങൾ പറയാണ്, അങ്ങനെ സലാം പറഞ്ഞാൽ അറിയും. അറിയും. ദുനിയാവിൽ ആരൊക്കെയാണോ അറിഞ്ഞ് അവരൊക്കെ അറിയും ചെയ്യും. എനിക്ക് പരിചയമുള്ള ഒരാൾ, ഒരു മെയ്തീൻ കുട്ടി ഉദാഹരണം, അയാൾ മരിച്ച അയാളെ ഖബറൊക്കെ ഞാൻ പോയി സലാം പറഞ്ഞാൽ എന്നെ അയാൾ അറിയും, തിരിച്ചറിയുകയും ചെയ്യും. അത് പ്രത്യേകം ഹദീത്തിൽ വന്നതാണ്. ഹദീത്തിൽ വന്നത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ ഒച്ചപ്പാടൊക്കെ ഒരു കേൾക്കും കാണുന്നു അങ്ങനെയല്ല. മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ഭാര്യനെ വേറെ കെട്ടിച്ചു, ആ ഭാര്യ വേറെ ആളെ കൂടെ കിടക്കുന്നതും വേറെ ഭർത്താവിന്റെ കൂടെ കഴിയണമൊക്കെ ഈ ഖബറിന് മനുഷ്യൻ കാണുകയാണെങ്കിൽ ഉണ്ടാവില്ലല്ലോ, അള്ളാഹുത്തിൽ അങ്ങനെ കൽപ്പിക്കൂലല്ലോ. ഈ ലോകത്തുള്ള എല്ലാം ഖബറാളികൾ കാണും കേൾക്കും എന്നൊന്നും ഇല്ല. ഖബറിന്റെ സമീപത്ത് ചെന്ന് സലാം പറഞ്ഞാൽ കേൾക്കും കാണും എന്നേ അർത്ഥമുള്ളൂ. ഈ പോണ ബസ് കാണുക, ജീപ്പും കാറും ലോറിയും അതൊക്കെ ഖബറാളികൾ കാണുക, ആ ഉച്ചപ്പാടൊക്കെ കേൾക്കുക, അങ്ങനെയൊന്നുമില്ല. നേരെ മറിച്ച് ഹദീസിൽ വന്നത് അങ്ങനെ തന്നെ നമ്മൾ അംഗീകരിക്കും ചെയ്യാം. അപ്പൊ ഖബറാളിക്ക് സമീപത്ത് വെച്ച് സലാം പറഞ്ഞാൽ കേൾക്കും, അറിയുകയും ചെയ്യും. ആരാണ് സലാം പറഞ്ഞ അവർ അറിയുകയും ചെയ്യും. വൈദാ മർറ ബിഖബരിൻ ലാ യഅരിഫു സല്ലമ അലൈഹി ഫസല്ലമ അലൈഹി റദ്ദ അലൈഹി സലാം വലം യഅരിഫു. ദുനിയാവിൽ നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ അങ്ങനത്തെ ആളെ ഖബറാണ് നമ്മൾ സിയാറത്ത് ചെയ്താൽ നമ്മളെ സലാമൊക്കെ മടക്കുമെങ്കിലും തിരിച്ചറിയുന്നില്ല. അപ്പൊ ഇതാണ് മരിച്ചവരുടെ ലോകമെന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ നബിതങ്ങൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും ചെയ്യാം. അതാണ് സകല മേഖലകളിലും തിന്മകൾ കുത്തി നിറക്കപ്പെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമുക്ക് കണ്ണുകൊണ്ടും മറ്റുമൊക്കെ നിരന്തര തെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നാം അടക്കി പിടിക്കാൻ നമുക്ക് കഴിയൂല. അങ്ങനെയാണ് അവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. ആയിരക്കണക്കിന് നൂറുകണക്കിന് ഖബറാളുകൾക്ക് സമീപത്ത് കൂടെയാണ് വരവും പോക്കും നടത്തവും നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും. എന്നിട്ട് പോലും നമ്മുടെ ഖൽബിലേക്ക് ആ രോഗത്തെക്കുറിച്ചുള്ള ചിന്ത എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? അതിന് മാത്രം നമ്മൾ ദുന്യാവിൽ നമ്മൾ പൂർണ്ണമായി ലയിച്ചവരും ദുന്യാവുമായിട്ട് നമ്മൾ കെട്ടപ്പെട്ടവരുമാണ് എന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയെ, ശുഹദാക്കളുടെ കൂടെ, ഷഹീദന്മാരുടെ കൂടെ പരലോകത്ത് ആരാണ്ടാവുക? ശുഹദാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം നമ്മൾ പുറത്തു കൊടുക്കുമല്ലോ, ഡയറക്റ്റ് സ്വർഗാണ്. അവൻ ആ കാറ്റഗറിയിൽ അവരൊപ്പം അതേ സ്ഥാനം മാനൊക്കെ ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പൊ പറഞ്ഞത് മറ, പൊന്നാര ആയിഷോ, ഒരു ദിവസം ചുരുങ്ങിയത് 10-20 മറിക്കണല്ലോ എന്നുള്ള ചിന്ത മനസ്സിൽ കയറി വന്ന ആൾക്കാർ ആരാണോ അവർ ശ്രോതാക്കന്മാരെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇത് നിസ്കാരം നോമ്പൊന്നും അല്ല, ഈ ഒരു ചിന്ത നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദുനിയാവിൽ ജോലി ചെയ്യാനോ കച്ചവടം ചെയ്യാനോ ചിന്ത ഉണ്ടാവില്ല, മാനസികമായി പോവില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് അള്ളാഹുത്തല അപ്പോഴേക്ക് നമ്മളെ മറപ്പിച്ച് കളയും. മനുഷ്യൻ അള്ളാഹുത്തല നൽകുന്ന ഏറ്റവും വലിയ കാരുണ്യാണത്. ഈ ചിന്ത മനസ്സിൽ വല്ലാതെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഒന്നിനും കഴിയൂല, ഒന്നും ദുനിയാവ് ഉണ്ടാക്കാനൊന്നും തോന്നൂല. പക്ഷെ അള്ളാഹുത്തല മറപ്പിച്ച് കളയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇടക്ക് ഓർക്കുകയും ചെയ്യണം.
അപ്പൊ കബറാളുകൾക്ക് സമീപത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ചോദിച്ച സ്വഹാബിയോട് നിബിധങ്ങൾ കൊടുക്കുന്ന ഈ മറുപടി നമുക്കും വലിയ പാഠമാണ്, വലിയ ചിന്തയാണ്. പെടുന്നനെയുള്ള മരണങ്ങൾ നിരന്തരം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന നമ്മൾ ഇതൊക്കെ എനിക്കും വരണമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കൽബ് സംസ്കരിക്കാൻ നമുക്ക് സാധിക്കാം. അല്ലാഹു തആല നമ്മളെ എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അത് എന്നെ കൊണ്ട് പൂർത്തിയായോ എന്ന് ചിന്തിക്കുക. ഒരു വാപ്പ നമ്മുടെ അങ്ങാടിക്ക് പറഞ്ഞ സാധനം വാങ്ങാനാണെങ്കിൽ ആ സാധനം വാങ്ങാൻ പോയ നമ്മൾ അവിടെ ഉള്ളതൊക്കെ കണ്ടും കേട്ടും അങ്ങനെ കയറി ഉത്തർന്ന് പറഞ്ഞയച്ചത് എന്തിനാണോ അത് നമ്മൾ മറന്നു പോയാൽ എന്തായിരിക്കും അവസ്ഥ? കോഴിക്കോട്ടേക്ക് പറഞ്ഞയച്ചു ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്, ഉദാഹരണം പറയാം. ഹാർട്ടിന്റെ വേദനയുള്ള ഒരു ഹൃദ്രോഗമുള്ള പിതാവ് അതിനെ പറ്റിയത് എന്നും കുടിക്കുന്ന ഗുളിക ഉണ്ട്. അത് കഴിഞ്ഞാണ് മകനടുത്ത് പൈസ കൊടുത്തിട്ട് പറഞ്ഞു കോഴിക്കോട് പോയിട്ട് ആ ഗുളിക ഉണ്ട്. അപ്പം കോഴിക്കോട് പോയി ഉദാഹരണം. അങ്ങനെ ആ മരുന്ന് വാങ്ങാൻ പോയതാണ്. പക്ഷെ മരുന്ന് വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു ഗാനമേള, അപ്പോൾ അത് പോയി കണ്ടു. അപ്പോൾ അപ്പുറത്ത് തിയേറ്ററിൽ വേറെ സിനിമ ഓടുന്നുണ്ട്, അത് പോയി കണ്ടു. അപ്പോൾ ബീച്ചിൽ കളി നടക്കുന്നുണ്ട്, അപ്പോൾ അതും പോയി കണ്ടു. പിന്നെ അപ്പുറത്ത് പുതിയൊരു ഹോട്ടൽ തുടങ്ങി, നല്ല ഭക്ഷണമാണ്, അപ്പോൾ അത് പോയി അവിടെ കയറി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ആ ഭക്ഷണം കഴിച്ച് ഗാനമേളയും കണ്ട് കളിയും കണ്ട് കൂട്ടുകാരെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. ഓൻ എന്തിനാണോ വാപ്പ പറഞ്ഞയച്ചത് ആ സംഗതിയും മറന്നു അവൻ പെരയ്ക്ക് തിരിച്ചെത്തി. എന്തായിരിക്കും അവസ്ഥ? ലക്ഷ്യം പൂർത്തീകരിക്കാതെ, എന്തിനാണോ പറഞ്ഞയച്ചത് അത് പൂർത്തീകരിക്കാതെ തിരിച്ചെത്തിയ ഇവൻ ഹതഭാഗ്യനാണ്. ലക്ഷ്യപ്രാപ്തിയിലെത്താൻ അവിടെ സാധിച്ചില്ലെങ്കിൽ ആ പിതാവിൻ്റെ വെറുപ്പുണ്ടായി. സത്യം പറഞ്ഞാൽ ഇതാണ് ദുനിയാവ്. അല്ലാഹു തആല നമ്മളെ കുറച്ച് പൈസയും തന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. റൂഹ് തന്നു, കുറച്ച് കണ്ണും കാഴ്ചയും കാതും കേൾവിയും അതും തന്നു. ഇതൊരു കാര്യം ചെയ്യ്, ഈ ദുന്യാവിലേക്ക് പോ. ഈ കണ്ണും ഈ കാഴ്ചയും ഈ കേൾവിയും ഈ ചിന്തയും ഈ നടത്തവും ഇരുത്തവും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോവാ. അതായത് ഇബാദത്താകുന്ന അള്ളാഹുവിനെ അറിഞ്ഞ ഇബാദത്തെടുക്കുക എന്ന ലക്ഷ്യത്തിന് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിവിടെ കച്ചവടവും ദുനിയാവും കുട്ടികളും മക്കളും പരിയും കുടിയും കാറും വണ്ടിയും ദുന്യാവിൻ്റെ ഒരുപാട് ചുറ്റുപാടുകൾ ഇങ്ങനെ ശുഭലായി. സമയം കഴിഞ്ഞു, രാത്രിയായപ്പം ലാസ്റ്റ് ബസ്സായപ്പോൾ വയസ്സ് വന്ന് മരണപ്പെടാനുള്ള സമയമാകുമ്പോൾ അസ്രായേൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തിനാണോ പറഞ്ഞയച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടതുമില്ല. അള്ളാഹുവിനെ നിറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ്. ഇപ്പൊ ഹിന്ദുക്കളെ മാതിരി അതേ സ്റ്റാറ്റസ് ഇപ്പം ഉള്ളത്. അള്ള ഉണ്ട് നമുക്കറിയാം, എന്താണ് ഒരു കൊടുത്തില്ല. നമുക്ക് ക്രിസ്ത്യാനിയാക്കും അറിയാം, ബുദ്ധന്മാർക്കും അറിയാം, ജൈനന്മാർക്കും അറിയാം. നമ്മുടെ നാട്ടിലെ കൃഷ്ണൻകുട്ടിക്കും രാധചേച്ചിക്കും ഒക്കെ അറിയാം പടച്ചോണ്ട്. അത് നമ്മക്കും അറിയാം, മയമേനും പോക്കരനും അറിയാം അള്ള ഉണ്ട്. മക്കത്തൊരു നബി വന്നിട്ടുണ്ടെന്ന് ഹിന്ദുക്കൾക്കും അറിയാം, നമ്മക്കും അറിയാം. അതിലപ്പുറം അള്ളാഹുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അള്ള ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ, അള്ളാഹു ഉണ്ട് എന്നതിന്റെ സാക്ഷി നമ്മളാവണം. അഷ്ഹദു എന്നുള്ളതാണ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാൻ കഴിയണം. അത് ഹൃദയങ്ങളെ തുറപ്പിക്കുന്ന നസീഹത്തുകളായി നമ്മുടെ നസീഹത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.